ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ പോണ്ടിച്ചേരി കയറിയിട്ട് ഇപ്പോൾ ഒരു 10-20 കിലോമീറ്റർ ആയെന്ന് തോന്നുന്നു. നമ്മൾ മെയിൻ സ്ഥലത്തോട്ട് എത്തിയിട്ടില്ല. നമുക്ക് പോകാനുള്ള സ്ഥലത്തിന്റെ ലൊക്കേഷൻ എന്നാ ഹോണടിയാടാ. ഇന്നലത്തെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഇതായതുകൊണ്ട് എത്തുന്നില്ല. എല്ലാ പമ്പും എത്തിക്കുവാണ്. ഗൈസ് ഇന്നലെ രാത്രിയിലെ ഭക്ഷണം നമുക്ക് ശരിക്കും ഏറ്റു ഇല്ലേ? സൂപ്പർ ഹോട്ടല്, എല്ലാരും അവിടെ കേറുക. അതെ, ഭയങ്കര വളരെ മനോഹരമായിരുന്നു ആ സാധനം. ഗൈസ് നോക്കൂ, വയറിന് ഭയങ്കര വേനയാണ്. നമുക്ക് പോകേണ്ട സ്ഥലത്തിന് ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് പിന്നെ പെട്രോൾ പമ്പും കൂടെ കയറണം. എന്നിട്ടൊന്ന് ഫ്രഷ് ആയി. ഏറ്റവും കൂടുതൽ നമുക്ക് വാങ്ങേണ്ട സാധനം പേന. നമ്മളെല്ലാം എടുത്തു. എല്ലാം ആനേനെ മേടിച്ചു, തോറ്റ് മേടിക്കാൻ മറന്നുപോയി. പേന ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നേരെ എംബസിക്ക് പോകണം. അതിൻ്റെ മുമ്പേ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് മാറി വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടണം. എന്നിട്ട് വേണം നമുക്ക് നേരെ എംബസി പോകാൻ. എംബസി 2 മണിക്കാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ്. നമ്മൾ നേരെ നമ്മുടെ സംഭവങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് നേരെ തിരിച്ചു പോകാം. ഗൈസ് നോക്കൂ, അപ്പോൾ നമ്മൾ നേരെ പോണ്ടിച്ചേരിക്ക് പോവാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ല കിട്ടുന്ന സ്ഥലം കേട്ടോ. വലിയ വെയിലോ വലിയ എന്താ പറയുക വലിയ ചൂടോ അല്ലേ, വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഇക്കായ്ക്ക് ഒരു ചെറിയ ഉറക്കക്ഷീണുണ്ടോ? ഉറങ്ങിയോ? അത്യാവശ്യം ഉറങ്ങിയോ? ചെറിയ ക്ഷീണം. ഗൈസ് നോക്കൂ, നമ്മള് ഞാന് 6 മണിയായിരുന്നു എന്റെ ആളാ. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങള് ഈ കാണുന്ന ആ ഫ്രണ്ടിൽ രാവിലെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. അവിടെ ഒരു കരിമീൻ ജ്യൂസ് കിട്ടുന്ന കടയുണ്ട്. അവിടുന്ന് ഞങ്ങൾ 2-3 കരിമീൻ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേക്കാം. ഒന്ന് ഉഷാറാണ്, നമുക്ക് ഭക്ഷണം കഴിക്കണം അല്ലേ? ഗൈസ് നോക്കൂ, അതായത് നമ്മൾ വണ്ടി ഇട്ടതിന്റെ ഈ ഒരു തട്ട് സൈഡിൽ ഇവിടെ ഒരു തടാകം പോലെ സെറ്റപ്പാ. ഇവിടെ ബോട്ടിങ്ങും അതുപോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വാട്ടർ അമ്യൂസ്മെന്റ്. ആള് വളരെ കുറവാട്ടോ. ആള് വളരെ കുറവ്. ഗൈസ് നോക്കൂ, എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. നമുക്ക് ആദ്യം കാര്യങ്ങൾ തീർക്കേക്കാം. ഗൈസ് നോക്കൂ, വന്ന കാര്യങ്ങൾ തീർക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ എന്നെ സംഭവിക്കുന്ന വെച്ചാൽ എല്ലാം ഡിലേ ആവും. നമുക്ക് എന്തായാലും അവിടെ ഒരു മണിക്കൂർ അല്ല 1 മണിക്കൂർ അതിൻ്റെ മുമ്പേ അവിടെ നമ്മൾ എത്തണം. അല്ലെങ്കിൽ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ പണി വെച്ചാൽ നേരത്തെ എത്തിയെന്നോർത്ത് കുഴപ്പമില്ല. താമസിച്ചെത്തിയാണല്ലോ വിഷയം. നമ്മുടെ കറക്റ്റ് അപ്പോയിൻമെന്റ് തന്നെ നമ്മൾ കയറണം. എനിക്ക് തോന്നുന്നു അവിടെ വിളിക്കും തോന്നുന്നു. എങ്ങനെയാന്നുള്ളതല്ല, ഇനി വിളിച്ചു ചോദിക്കണം. പോവാൻ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ നമുക്ക് എല്ലാ പരിപാടിയും തീർത്തിട്ട് വരണം. രണ്ടാമത്തെ ചോദ്യത്തിനൊന്നും അല്ലേ? ചോദ്യം ചോദിച്ചാൽ പണി പാളും കേട്ടോ. ഞാൻ ലിവിനൊക്കെ നിന്ന് വേർക്കും. ഈ കാണുന്ന ചൈനയിൽ നമ്മൾ ട്രാവൽ ചെയ്യേണ്ട സംവിധാനങ്ങളായിട്ടോ. ആദ്യത്തെ ദിവസം എത്ര മണിക്കൂർ, എങ്ങനെ, ഏതാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അത് സിൽക്ക് റോഡ്, അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലിസ്റ്റാട്ടോ ഈ കാണുന്നത്. നമ്മൾ യാത്ര ചെയ്യേണ്ട സംഭവം എടുക്കാം. ഫൈനലി നമ്മൾ വണ്ടി എടുത്തു. നല്ല തീർ സ്ഥലം കേട്ടോ. നല്ല പച്ചപ്പുള്ള തൊട്ട് സൈഡിൽ കിട്ടിലിനൊരു തോടല്ല, ഒരു കായല് പോലത്തെ സെറ്റപ്പ് കേട്ടോ. ഒരു തടാകം പോലത്തെ സെറ്റപ്പ്. നല്ല രസമുണ്ട് അല്ലേ? നല്ല കിട്ടിലിനൊരു സ്ഥലം. ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ബോട്ടിംഗ് ഉണ്ട്. ഒരു കിടിലൻ സ്ഥലത്തിലൂടെയാണ് ഞങ്ങൾ നേരെ പോകുന്നത്. അപ്രോക്സിമേറ്റ് 12 കിലോമീറ്റർ നമുക്ക് പോകണം. ഏതാണ്ട് 28 മിനിറ്റാണ് നമുക്ക് 12 കിലോമീറ്റർ ഓടാൻ വേണ്ടി. അതിൻ്റെ മുമ്പായിട്ട് നല്ലൊരു ബാത്റൂം അല്ലെങ്കിൽ ഒരു പമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിർത്തണം. കാരണം നമുക്കൊന്ന് ഫ്രഷപ്പ് ആവേണ്ട അത്യാവശ്യമാണ്. ഇതുകൊണ്ടോ എന്ത് രസമെന്ന് നോക്കിയേ. താമരയൊക്കെ ഉണ്ട് കേട്ടോ. താമരയൊക്കെ ഉള്ള നല്ല കിടിലൻ സെറ്റ്. പച്ചപ്പ് നോക്കിയാൽ ലിബിയെ നല്ല തീർ പച്ചപ്പാണ്. എന്നാടാ, നമ്മൾ ഇവിടെ വരാൻ നേരത്ത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനിങ് അല്ലേ? നീറ്റ്നെസ് ആട്ടോ. ഈ കാണുന്നതെല്ലാം പോണ്ടിച്ചേരി PY രജിസ്ട്രേഷൻ വണ്ടികളാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടികളുണ്ടല്ലോ ലിവിനെ. അതെ, ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പോണ്ടിച്ചേരി കാണുന്നത്. നല്ല അത്യാവശ്യം നീളം വീതി അല്ലേ? ടെറിട്ടറി ഇത്രയും വലിയൊരു ടെറിട്ടറി ആണ് ആദ്യമായിട്ട്. അവിടെ എന്തോ ഒരു വലിയ ഫംഗ്ഷൻ നടപ്പുണ്ടല്ലോ. നോക്കിക്കാ, അതെന്താ ഹോട്ടലാന്ന് തോന്നുന്നു കേട്ടോ. അതാ അല്ല സ്കൂളോ കോളേജോ അങ്ങനെ കല്യാണോ അങ്ങനെ സ്കൂളാ. അങ്ങോട്ടൊക്കെ നല്ല തീരു ലുക്ക് സ്ഥലമാട്ടോ. എൻ്റെ പൊന്നെ, അപാര സെറ്റപ്പ് സ്ഥലം. ഇതേ കോളേജ് അങ്ങനത്തെ എന്തോ സംഭവം അല്ലേ? സ്കൂളും കോളേജും കൂടെ ഉള്ള അത് പഠിപ്പിക്കുന്നല്ലേടാ. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് ഈ കാണുന്ന വഴി നേരെ പോവാം. അത്യാവശ്യം ഇന്നലെ വന്നപ്പോൾ നല്ല രീതിയിലുള്ള ചെക്കിംഗ് ഉണ്ടായിരുന്നു. ആ ചെക്കിംഗ് ഇന്നും തുടരാൻ അത് കാണാനുള്ള സാധ്യതയുണ്ട്. പൊല്യൂഷൻ അല്ലേ? അല്ലേ? ഇത് കൊള്ളാലോ. ഇത് എന്തോരം കിലോമീറ്റർ നോക്കി കാണുന്ന ഒരു ബ്ലാക്ക് വാട്ടർ സെറ്റപ്പ് ആട്ടോ. അങ്ങനെ സെറ്റപ്പാണ്. ബാക്ക് വാട്ടർ, അതായത്
ഈ കാണുന്ന ഇങ്ങനെ വളഞ്ഞാട്ടോ നമുക്ക് പോണ്ടേ. അതായത് നമുക്കൊരു പെട്രോൾ പമ്പ് കിട്ടി. ഇവിടുന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് പോവാട്ടോ. എവിടെ എടുക്കാം? അങ്ങ് ചേർത്തിട്ട് ആ സുമ കിടക്കുന്ന അവിടെ എടുക്കാം. നമുക്ക് ഫ്രഷ് ആയിട്ട് പോവാം. ഇതിനാട്ടോ ഏറ്റവും അർജന്റ്. ഐസ്ലിയും പോയിട്ട് വേണം ഇനി എനിക്ക് പോവാട്ടോ. നിക്കിക്ക് പോകണ്ടേക്കാം. അറിയോ ഓക്കെ ആണോ? ആണോ? ലിപി വന്നിട്ട് വേണം ഇപ്പം ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് മാറാണ്ടോ. പണിയുണ്ട് മോനെ. നോക്കൂ, അതായത് ഫൈനലി ഞങ്ങൾ അങ്ങനെ വണ്ടി ഈ ഫ്ലോറൊക്കെ താത്തി. ഇതിനകത്താണ് നമ്മുടെ ഡ്രസ്സും പിന്നെ അതേപോലെ തന്നെ ഇതാ ഷൂ പ്രീറ്റി. എന്നാ ഈ ഷർട്ട് ഇടാം കേട്ടോ. ഈ ഷർട്ട്സ് ഇടാം. അല്ല സോറി, ഈ ഷർട്ട് ഇടാം. 1 2 ഇതിട്ടുകൊണ്ട് പോയിട്ടൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ. രാശി കുറവായ സാധനം അതോടെ മാറിയിരിക്കട്ടെ. പിന്നെ പാൻസ് ഇതേ 1. ഓക്കെ, രണ്ട് പാൻസും റെഡി ആയില്ലേ? പാൻസും ഷർട്ടും ആയി. ഇനി ഇത് പൊക്കിക്കേ, ഇത് തുറക്ക്. നമ്മുടെ പിന്നെ സോക്സ് പിന്നെ ഷൂവ് ഇത്രയല്ലേ ഉള്ളൂ. 4 കൊല്ലമായി, ഒരു കുഴപ്പമില്ല. അണ്ടർ ആർമറിന്റെ പ്രത്യേകട്ടോ 4 വർഷം ഗൾഫിൽ നിന്ന് മേടിച്ചത്. 3.5 വർഷം. ഇനിയിപ്പോ ഈ കാണുന്ന ഡോക്യുമെന്റ്സ് മൊത്തം ഒപ്പിടാണ്ട് ഇതിന്റെ അകത്ത് കുറേ പരിപാടികൾ ചെയ്ത് തീർക്കാണ്ട് അത് വിളിക്കണ്ടേ? ആദ്യം ഉപ്പിട്ടിട്ട് പരിപാടി ചെയ്യാട്ടോ. ആദ്യം ഡ്രസ് ഇട്ടിട്ട് ഒപ്പിടണോ അല്ല ഉപ്പിട്ടിട്ട് ഡ്രസ് ഇടണോ? ഏതായാലും കുഴപ്പമില്ല. നോക്കൂ, നീണ്ട ഒരു കഷ്ടപ്പാടിനൊടുവിൽ ഞങ്ങൾ കോസ്റ്റ്യൂം മാറി സംഭവം എല്ലാം സെറ്റായി. ഞങ്ങളല്ലാതായി മാറി കഴിഞ്ഞിരിക്കുന്നു. എന്നാ നിന്റെ ഉണ്ടോ? നിന്റെ കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇവിടെ ഇല്ല. എൻ്റെ ഉള്ളിലായിപ്പോയി. സാരമില്ല, എനിക്ക് വേണ്ട കേട്ടോ. എന്നിൽ കള്ളമില്ല, അതുകൊണ്ട് എൻ്റെ കണ്ണുകൾ എല്ലാവരും കാണട്ടെ. എങ്ങനെയുണ്ട്? ഐശ്വര്യ നേരെ 2:30ക്കാണ് അപ്പോയിൻമെൻറ്റ്. 2 അല്ല, ഇപ്പോൾ എടുത്തു നോക്കി. 2-3 ഒപ്പിടാണ്ടായിരുന്നു. ഒപ്പിട്ടു. നേരെ അവിടെ ചെല്ലുന്നു, സംഭവം കൊടുക്കുന്നു. അവരെന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾ ആനവായിൽ അമ്പഴങ്ങ, എൻ്റെ വായിൽ കുമ്പളങ്ങ മേലോട്ട് നോക്കും കേട്ടോ. അവര് ചോദിക്കുന്നത് എങ്ങനെയാ ഭാഷ മനസ്സിലാവും? ട്രാൻസ്ലേറ്ററിന് തരണമെന്ന് പറയാം. എനിക്ക് വേണ്ട, നീ എടുത്തു. ഓ അല്ലേ, ഞാനിപ്പോൾ ക്ലീൻ ചെയ്യട്ടെ ഇവിടുത്തെ. ഗൈസ്, നമുക്ക് വണ്ടി തിരിച്ചിനി പോവാം. അപ്രോക്സിമേറ്റ് 16 കിലോമീറ്റർ 13 കിലോമീറ്റർ ആണ് അടുത്ത. ഇനി നമുക്ക് ഡെസ്റ്റിനേഷനിലേക്കുള്ളത്. അങ്ങോട്ടാണ് പോകേണ്ടത്. തന്ന ലൊക്കേഷൻ കറക്റ്റ് അല്ലെന്ന് ആദ്യം ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ കേട്ടോ. പെർഫെക്റ്റ് ആണോ? എന്നോടെങ്ങാനും വല്ല ചോദിച്ചാണ്ടല്ലോ. ഗൈസ്, ഫൈനലി നമ്മൾ ഈ പമ്പിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടാട്ടോ പോണേ. ഇനി 8 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ നമുക്ക് പോകാൻ വേണ്ടി. കിലോമീറ്റർ ഓടാൻ ഏകദേശം 23 മിനിറ്റ് വേണം. ഒറ്റയടിക്ക് എത്ര വണ്ടിയോ വന്നേന്ന് നോക്കിയേ. അതിന് സംഭവിച്ചേ ഇത്ര നേരം വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ഒറ്റയടിക്ക് വന്ന വണ്ടികൾ അതാണ്. നോക്കൂ, അതായത് ഞങ്ങള് നേരെ സംഭവം എല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം പോണ്ടിച്ചേരിയുടെ സൗന്ദര്യങ്ങൾ ആസ്വദിച്ചതിന് ശേഷം ഒരു 1-1.5 മണിക്കൂർ കിട്ടി. ആസ്വാദനം നല്ല രീതിയിലായിരുന്നു കേട്ടോ. പൊക്കോ, ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം. ഇക്ക പൊക്കോ. അതായത് നമ്മളുണ്ടല്ലോ നല്ല ചെക്കിങ്. ഇതില്ല സീറ്റ് ബെൽറ്റ് ഇല്ലേ? നല്ല ചെക്കിങ് എന്ന് വെച്ചാൽ നല്ല ചെക്കിങ് ആണ് എൻ്റെ മുന്നിൽ. എല്ലാ സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ നല്ല രീതി ഇട്ടോ, ഒന്നും നോക്കണ്ട. അതായത് നല്ല രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി പൊക്കോളം പറഞ്ഞു കേട്ടോ. ചെക്കിങ് കേട്ടോ, അവിടെ 2 സൈഡിലും ചെക്കിങ് ആണ്. ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ച് വെറുതെ കിച്ചിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ രക്ഷപ്പെടും കേട്ടോ. ക്യാമറ ചിലപ്പം രക്ഷപ്പെടും. അപ്പം പൊക്കോളം പറയും. ഇതാ തോന്നല്ലേ എൻട്രി? അല്ല, നമ്മൾ നേരത്തെ കയറിയിട്ട് കുറെ നേരം അല്ലേ? ഗൈസ്, നമ്മൾ കയറിയിട്ട് കുറെ നേരം ആയിട്ടോ. ഇത് ഈ കാണുന്ന റൂട്ടിൽ കൂടെയാണ് പോണേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ വരണമെന്ന് കുറെ സ്വപ്നം കണ്ടാണ്. ആ സമയത്തൊന്നും യാഥാർത്ഥ്യമായില്ല. ഇപ്പോഴാണ് യാഥാർത്ഥ്യമായത്. പല ആവശ്യങ്ങൾ പല സമയത്ത് വരും. ഞങ്ങൾ പോകണ്ടെന്ന് വെച്ചിരുന്ന സ്ഥലത്തോട്ട് നമ്മൾ അന്നിപ്പോ പോകും. അതെ അല്ലേ? കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൺജസ്റ്റഡ് ആയി തുടങ്ങി. പോണ്ടിച്ചേരിയുടെ അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയയാണ് പോണ്ടിച്ചേരിയൊക്കെ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇതല്ലേ, അതായത് ടെറിട്ടറി അല്ലേ, അപ്പോൾ എല്ലാത്തിനും പൈസ കുറവൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ നല്ല രീതിയിൽ മീൻസ് പിന്നെ ഇവിടെ ലിക്കറിന് പൈസ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എണ്ണയ്ക്ക് പൈസ കുറവാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പിന്നെ എനിക്ക് സാധനങ്ങൾക്കൊക്കെ വിലക്കുറവുണ്ടെന്നു. അപ്പോൾ ആൾക്കാർ പർച്ചേസിനും പിന്നെ അതുപോലെ ടൂറിസം. ഫൈനലി ഞങ്ങൾ ഈ കാണുന്ന ഇവിടെയായിട്ടോ വണ്ടി ഇട്ടാക്കണേ. വണ്ടികൾ പോവുകടാ. ആണോ? ദൈവാനുഗ്രഹം. ഇതിലെ വണ്ടി പോയാൽ ഭാഗ്യം കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇവിടെ വണ്ടി ഇട്ടു. അവിടെ ഊണ് കഴിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒരു കാർ ഇട്ടതിന്റെ ബലത്തിലാണ് നമ്മൾ ഇട്ടാക്കണേ. 2 വണ്ടി പോകാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇനി ഒന്നും അറിയില്ലാത്ത പോലെ മുങ്ങാം. സമയം 1 മണി ആയതേ ഉള്ളൂ. നമുക്ക് 2:30 എത്തിയ 2:30ക്കാണ്, പക്ഷെ 2 മണിക്ക് എത്തിയാൽ മതി. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ആകെ എത്ര കിലോമീറ്റർ ഉണ്ട്? 4 കിലോമീറ്ററോ? 4 കിലോമീറ്റർ? ആകെ 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ 4 കിലോമീറ്റർ ഓടിച്ചിടിച്ചാൽ മതി. അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ കുറച്ച് നേരം പോണ്ടിച്ചേരിയുടെ കുറച്ച് സ്ഥലങ്ങളിൽ പോകുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് എറണാകുളത്തോട്ട് തന്നെ വണ്ടി തിരിക്കും കേട്ടോ. കഴിച്ച് നോക്കൂ, ഇതാണ് സംഭവം. കഴിച്ച് നോക്കൂ, ഫൈനലി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വന്നു. നല്ല കിടിലൻ ഇല കിട്ടി കേട്ടോ. അപ്പം ഇനിപ്പിനും അത്യാവശ്യം നല്ല ഇല കിട്ടി അല്ലേ?
ഇനിയിപ്പം ഊണ് കിട്ടും ഇവിടുത്തെ തമിഴ് സെറ്റപ്പിലുള്ള ഊണ്. വെള്ളരി ചോറ്, പിന്നെ ബീറ്റ്റൂട്ട്, പിന്നെ ഈ കാണുന്ന സംഭവം സാമ്പാറും. ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഊണ് കഴിച്ച്. വെജിറ്റേറിയൻ ഊണ്, വലിയ കുഴപ്പമില്ല. അതായത് വെജിറ്റേറിയൻ സംഭവമാണ്, വയറിന് ഓവർ പണി കിട്ടിയാല. നമുക്കിനി നേരെ ഇതൊക്കെ ഒരു ചേച്ചി തത്തമ്മേനെ വെച്ചോണ്ട് പോകുന്നത് ഇത്. ആ ഗൈസ് നോക്കി, ഇനിയിപ്പോൾ നമ്മൾ നേരെ എംബസിയിലേക്ക് പോകണം. അപ്രോക്സിമേറ്റ് എത്ര കിലോമീറ്റർ ഉണ്ട്? 4 കിലോമീറ്റർ 300 മീറ്റർ കേട്ടോ. ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലുള്ള ബ്ലോക്ക് കേട്ടോ. പിന്നെ നമുക്ക് 1 മണിക്കൂർ ഇനി ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കാലടാ. 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയമുണ്ടല്ലോ. ഇന്നല്ല എടുക്കുന്ന പറഞ്ഞത്. നമ്മുടെ കാണുന്ന ഇവിടുന്ന് ചെന്നൈ, അതുപോലെ തന്നെ ഗൂഡല്ലൂർ. ഇതുണ്ട് ചെന്നൈ, ഇങ്ങോട്ട് തിരിയുവാണെങ്കിൽ ഗൂഡല്ലൂർ അല്ലേ. നല്ല ബ്ലോക്ക് ആട്ടോ. ഇനിയിപ്പോൾ സിഗ്നൽ ആണോ അല്ലെങ്കിൽ ഇനി ബ്ലോക്ക് ആണോ? സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീങ്ങാട്ടോ. ഇവിടുന്ന് ഇഷ്ടം പോലെ ബസ്സുകൾ നമ്മുടെ കൊച്ചിയിലേക്കും പിന്നെ അതുപോലെ ചെന്നൈയിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കണക്ടിവിറ്റി ആണ്. ഇന്നലൊക്കെ എന്തോരം ബസ്സായിരുന്നു അറിയാവോ? ഇന്നലെ ഞങ്ങൾ ഞെട്ടിപ്പോയി. സാധാരണ റോഡിനകത്ത് ലോറികളാണ് കൂടുതൽ. ഇത് ബസ് തമ്മിൽ എന്നാ അടിയാ. നമ്മളൊരു സിഗ്നലിൽ കിടക്കാൻ മിക്ക ആൾക്കാരെ നോക്കാൻ നേരത്തും ഇവർക്കൊന്നും ഹെൽമെറ്റ് ഇല്ല. ഇതുണ്ടോ, മിക്ക ആൾക്കാർക്ക് ഹെൽമെറ്റ് ഇല്ല. വളരെ റെയറായി 2-3 പേരാണ് ഈ ഒരു സിഗ്നലിൽ ഹെൽമെറ്റ് ഉള്ളത് കേട്ടോ. ഇതുണ്ടോ 1, 2 ഈ മനുഷ്യന് മാത്രമേ ഉള്ളൂ, ബാക്കി ആർക്കും ഹെൽമെറ്റ് ഇല്ല കേട്ടോ. നമുക്ക് നേരെ വെക്കാം. ഒരു ഓട്ടോ പ്രത്യേകതരാണല്ലോ. എത്ര പേരാന്ന് നോക്കി അതിൻ്റെ അകത്ത്. 15 പേരെങ്കിലും. ഗൈസ് നോക്കൂ, എന്നോ പിന്നെ ആളാന്നറിയാം അതിനകത്ത് കുത്തി നിറച്ചാണ് അവർ പോണേ. പ്രൈവറ്റ് ബസ് ബമ്മ സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ടോ നോക്കിയേ. ബസ് കയറി വരുന്ന നോക്കിയേ. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ ഉള്ളവരെല്ലാം ഇതേപോലെ ഒതുങ്ങി കൊടുക്കും. PY ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അത്യാവശ്യം നല്ല സ്കോപ്പുള്ള ഏരിയ തോന്നുന്നുണ്ടല്ലോ. ഇതിൻ്റെ പൊന്നെ റോഡിന് നടക്കുന്നു, കാശ് എണ്ണുന്നു, അവരുടേതായ രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്നു. നമ്മളവിടെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് പോവുള്ളൂ കേട്ടോ. എൻ്റെ കർത്താവ്, ഇത് എന്നതാ ഇവിടെ സംഭവിക്കണേ. ഒന്നാമത്തെ കാര്യം, വഴി ഫുൾ അവിടെ ഇവിടെയൊക്കെ പല രീതിയിലുള്ള കച്ചവടങ്ങളാണ് പരിപാടി. വീതി വളരെ കുറവാണ്. ഭയങ്കര ഡേറ്റിയാണ്. ഇത് നോക്കിയേക്കാം, ഈ സൈഡൊക്കെ ഉണ്ടോ? ഈ കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആണ് കാണുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് നമുക്ക് പോകേണ്ട സ്ഥലം. ഇവിടെ ഒരു കിട്ടിലും പള്ളി ഉണ്ട് കേട്ടോ. പഴയ പള്ളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. കിട്ടിലും പള്ളി കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് അപ്രോക്സിമേറ്റ് 230 കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തുന്നതാണ്. സോറി, മീറ്റർ. ഇവിടെ എവിടെ ഒതുക്കാൻ സ്ഥലമുണ്ടോ? ഈ കാണുന്ന ഇവിടെ നമ്മുടെ വണ്ടി നിർത്തി. ഇവിടെ കേട്ടോ വണ്ടി നിർത്തിയാക്കുന്നത്. ഇവിടെ ഇക്കയുണ്ട്. ഞങ്ങൾ നേരെ ഇവിടെ നിന്നാണ് നടക്കുന്നത്. സൈലൻസ് ആയിരിക്കും. ഇവിടെയാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. മറ്റേ ബാഗ് എടുത്തോ, കൊച്ചു ബാഗ്, നമ്മുടെ മറ്റേ ഡോക്യുമെന്റ്സ് ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് എടുക്കണം. കാണുന്ന സംഭവമാണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഇതിനകത്ത് നമ്മുടെ അപ്പോയിൻമെന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. നമുക്ക് നോക്കണം. ഗൈസ് നോക്കൂ, ഫൈനലി കഴിഞ്ഞു. ഇതിനോട് പോയതാ. ഗൈസ് നോക്കൂ, അതായത് ഫൈനലി ഞങ്ങളുടെ വിസയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളങ്ങനെ പിന്നെ നേരെ തിരിച്ചു പോവാണ്. 2-3 പോണ്ടിച്ചേരിയിലെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് എറണാകുളത്തേക്ക് വണ്ടി തിരിക്കാം. ഇനി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ കയ്യിലല്ല, അവരുടെ കയ്യിലാണ് കാര്യങ്ങൾ അല്ലേ. ഗൈസ് നോക്കൂ, അതായത് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അറിയാം. ഇവിടെ ഓവർ നിൽക്കുന്നുണ്ട്. എല്ലായിടത്തും കാക്ക നല്ല പണി തരുന്നുണ്ട്. കയറിക്കോ എല്ലാം നടന്നു. ഒരാഴ്ച കഴിഞ്ഞ് അറിയാം. 26,000 രൂപ വിസ. 26,000 രൂപ കേട്ടോ വിസയുടെ. 2 പേരെ കൂടെ കൂടി ഫൈനലി ഞങ്ങൾ വണ്ടിയെ കയറി. ഗോ ടു അനദർ പ്ലേസ്. ആർ യു എൻജോയിങ്? പുള്ളി 3 പേര് പോകണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരായിട്ടോ പോവാം. നമുക്ക് ബീച്ചിലേക്ക് പോവാം. ബീച്ചിൽ പോയിട്ട് ഞങ്ങൾ ദൂരങ്ങളിലോട്ട് സെർച്ച് ചെയ്ത് നോക്കട്ടെ സ്ഥലങ്ങള്. പോണ്ടിച്ചേരിയൻ ബീച്ചുകൾ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര ചെയ്യുവാണ്. ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് നോൺ വെജ് ബിരിയാണി. അതായത് തമിഴ്നാട് ദിണ്ടിക്കല്, പിന്നെ മറ്റേ തലപ്പാക്കട്ടി, ആ ടൈപ്പ് സാധനങ്ങളാണ് വഴുതികളെല്ലാം. അയ്യോ, വയറ് നല്ല കട്ടിയായി കേട്ടോ. എൻ്റെ അമ്മ റിസ്ക് ആണ് കേട്ടോ. പണി പാളിയെന്ന് പറഞ്ഞാൽ മതി. ആ ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ഇതിലേട്ടോ ഞങ്ങൾ പോയി നോക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ബീച്ചസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഈ കാണുന്ന റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം, എല്ലായിടത്തും ഹൈറ്റും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വലിയ വണ്ടി കൊണ്ട് കയറി ചെല്ലാൻ നേരത്തെ പണി കിട്ടുമോ? അല്ലെങ്കിൽ റെയിൽവേ ക്രോസാ. ട്രെയിനൊന്നും പോകാറില്ല കേട്ടോ. ഇല്ല, ട്രെയിനൊന്നും പോകാറില്ല. എല്ലാം കഴിഞ്ഞതാട്ടോ അതിന്റെ വെടിക്കെട്ട്. ഫൈനലി ഞങ്ങൾ ഏതൊക്കെയോ വഴിയിൽ കൂടെ ബീച്ചിലെത്തി കേട്ടോ. അങ്ങനെ കറക്റ്റ് വഴിയൊന്നുമില്ല, ഏതൊക്കെയോ വഴിയിൽ. ഇതല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച ബീച്ച്. പക്ഷെ നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ. അയ്യോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റുക? ഇതാണോ തകർന്നു പോയത്? ഇതിനാണോ വണ്ടി പോവാ? ഇങ്ങോട്ടാണോ ബീച്ച് പോവാ? ഇന്ന് ഉറപ്പാണ് കേട്ടോ. റെഡി, നേരെ പോട്ടെ. പോവാ? പോയിക്കാം. ഇല്ല.
ഇല്ലില്ല കമ്പ. ഗൈസ് ഞങ്ങൾക്ക് പണി പോലെ കേട്ടോ. ഞങ്ങളൊരു സ്ഥലത്ത് വന്നിട്ട് ഗൈസ് നോക്കൂ, വണ്ടി കുടുങ്ങി കേട്ടോ. ഈ കാണുന്നത് ഇവിടെയുള്ള ആൾക്കാർ താമസിക്കുന്ന ഏരിയ കേട്ടോ. ഈ കാണുന്ന മരത്തിൽ ഒരഞ്ഞ വണ്ടി പോകണം. എന്തായാലും ക്ലിയർ അടിക്കാനുള്ള, ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. പോട്ടെ റിവേഴ്സ് പോട്ടെ. വണ്ടിയെ ഞങ്ങൾ റിവേഴ്സ് എടുത്ത് ഇവിടുന്ന് തന്നെ തിരിച്ചുകൊണ്ട് പോട്ടോ. റോക്ക് ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ആ കാണുന്ന സൈഡിലാണെന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് വണ്ടി ഇനി ഓടിക്കാൻ. ഇങ്ങോട്ടില്ല കേട്ടോ, ഇത് ഇവർ ലോക്കൽ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പോട്ടെ നേരെ പോട്ടെ ഇക്ക, ഇവിടെ ഇഷ്ടംപോലെ ഗ്യാപ്പാണ്. ഇവിടെ ഗ്യാപ്പാ. പോട്ടെ ഇത് തന്നെ ഓടിച്ചോണ്ട് പോകാം കേട്ടോ. ലൈറ്റ് ഹൗസും സംഭവങ്ങളൊക്കെ ഇത് കണ്ടോ, ഈ കാണുന്നത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുള്ള് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ ഫിഷർമാൻ, അതായത് പിന്നെ മുക്കോമാർ താമസിക്കുന്ന ഏരിയകളാട്ടോ ഈ കാണുന്ന ഏരിയ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഞങ്ങൾ വഴി മാറിപ്പോയതാട്ടോ. വഴി മാറിപ്പോയി. നല്ലവരായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഏതോ വീടിന്റെ അവിടെ കല്യാണം നടക്കുമായിരുന്നു. ഇനി ഇതിലെ പോവാം. ഇതൊക്കെ ഇപ്പോഴും പോലെ മെടഞ്ഞ ചെറിയ ഓക്കെ നല്ലൊരു ചേച്ചി കേട്ടോ. ആ ചേച്ചി എനിക്ക് കറക്റ്റ് എല്ലാം പറഞ്ഞു ടാറ്റാ. ഗൈസ് നമുക്ക് എല്ലാം പറഞ്ഞു തന്നു. കല്യാണ വീടായിരുന്നു, നമ്മുടെ കല്യാണം വീടായിരുന്നു. ഒന്ന് പറഞ്ഞു തന്ന ആളില്ലേ എന്നെ നോക്കാം. അത് തന്നെ ഈ കാണുന്ന വഴിയെ പോകാനാട്ടോ പറയുന്നത്. നിങ്ങൾ എന്നെ വഴിയല്ല, എന്താ പക്കം പോകണം. ഞങ്ങളുടെ അത്ര ഭാഷാ പരിമിതികളില്ലല്ലേ. ഞങ്ങൾക്ക് പിന്നെ ഭാഷാ പരിമിതികളാണ് കൂടുതൽ. പരിമിതി എന്ന് വെച്ചാൽ നേരത്തെ കണ്ട ലൈറ്റ് ഹൗസിന്റെ അവിടെ നമ്മൾ കറക്റ്റ് എത്തി കേട്ടോ. പക്ഷേ ഇതിന്റെ എതിലെയാ പോകേണ്ടതെന്നുള്ള ഇപ്പോഴത്തെ ഇപ്പോഴും ഇവിടെ ഓല കൊണ്ടുള്ള വീടുകളുണ്ടല്ലോ ഇവന് ഇഷ്ടം. അപ്പോൾ ഫൈനലി നമ്മൾ ബീച്ചിലെത്തി. അത്യാവശ്യം കുഴപ്പമില്ല, സെറ്റപ്പ് ഉള്ള ഒരു സെറ്റപ്പാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഫുഡൊന്നും കിട്ടൂല കേട്ടോ. എവിടെ പക്ഷെ സീ ഫുഡൊന്നും കാണുന്നില്ല. നോക്കൂ, ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളിങ്ങനെ വരാൻ നേരത്ത് നമ്മുടെ വണ്ടീനെ ചുറ്റിപ്പറ്റി നിൽക്കും കേട്ടോ. നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ആദ്യം ഒതുക്കുക, എന്നിട്ട് ഈ ബീച്ചിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ മനസ്സിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എവിടെയൊക്കെ ഒതുക്കുക ഉദ്ദേശിക്കുന്നത്? ഓക്കെ ഫൈനലി ഈ കാണുന്ന ഇവിടെ നമ്മൾ വണ്ടി ഒതുക്കി. ഇവിടെ നല്ല കിഡിലിൻ്റെ ഒരു ഗാർഡൻ പോലെ സെറ്റപ്പ് ഉണ്ട്. ലിവിന് അർജന്റാ എന്തിനാ ഗൂഗിൾ പേ ഇട്ട് കൊടുക്കാം. എടാ അതിൻ്റെ മറ്റേ ഇതില്ലേ, എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇന്നലത്തെ ഫുഡ് ലിവിന് നന്നായിട്ട് ഏറ്റു കേട്ടോ. ലിവിന് ഓടി നടക്കുകയാണ്. എൻ്റെയും നല്ല അവസ്ഥ കേട്ടോ, നല്ല പെയിനാണ്. പക്ഷെ വേറെ വകുപ്പില്ല. ഈ കുന്ത്രാണ്ടെല്ലാം കൂടെ കുത്തി കയറ്റിയാക്കുന്നതുകൊണ്ടേ ഇതെല്ലാം ഊരി ഒഴിച്ച് പോകൽ പണിയാട്ടോ. അതായത് ഇവിടെ ഇങ്ങോട്ട് പോയാലൊക്കെ എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. ഈ കാണുന്ന ഇവിടെ ബീച്ച് കണ്ടിട്ട് നമുക്ക് നേരെ തിരിക്കുക കേട്ടോ. കാരണം ഓവർ സമയം നമുക്ക് കളയാനില്ല. കാരണം വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് കുറേ പണികൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാണ്ട്. എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ നമുക്ക് ബാക്കി പ്ലാൻ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഈ കമാൻ ലിവിൻ വരാതെ ഇനി ഞങ്ങൾക്ക് ഒരു അടി അനങ്ങാൻ പറ്റില്ല കേട്ടോ. ലിവിൻ ഇതിൻ്റെ ഏത് കവാടത്തിലൂടെയാണ് ഉള്ളിൽ കയറിയൊക്കെ അറിയത്തില്ല. അവൻ വന്നാലേ ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും നീങ്ങാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു പറഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയാലേ സീ ഫുഡിൻ്റെ സംവിധാനങ്ങളും സംഭവങ്ങളൊക്കെ തുടങ്ങത്തുള്ളൂ. അത് അപ്പുറത്തൊരു ബീച്ചാന്ന് കേട്ടോ പറഞ്ഞത്. ഫൈനലി ടൂർ കഴിഞ്ഞ് ലിവിൻ എത്തിയിരിക്കുകയാണ്. ബാത്റൂം ടൂർ കേട്ടോ. യൂറോപ്പ് പോയൊക്കെ വരുന്നുണ്ടോ? ആണോ? ഗൈസ് അത് കഴിഞ്ഞ് ലിവി വന്നു. ഈ കാണുന്നതാണ് ബീച്ച്. ഇവിടെ വരുമ്പോൾ ഒരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈ ആൾക്കാരുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിന് വേണ്ടി അവർ നമ്മളെ ഭയങ്കരമായിട്ട് ക്ഷണിക്കും. നമുക്ക് താല്പര്യം പോവാം, ഇല്ലേ പോകണ്ട കേട്ടോ. ആൾക്കാരൊക്കെ വളരെ കുറവ്. അല്ലേക്കാ ആളില്ല. ഉള്ളിൽ ചോദിച്ചപ്പോ എന്നാ പറഞ്ഞാന്ന് ചോദിച്ചാൽ വൈകിട്ടാമത്തിന് ആള് വരുന്നതാണ്. നോക്കും അത്യാവശ്യം 2-3 ഫോറിനേഴ്സും കുറച്ച് ആൾക്കാരും ഉണ്ട്. ഇതല്ലെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ മെയിൻ ബീച്ച്. അതായത് റോക്ക് ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചാണ് ഇവിടുത്തെ മെയിൻ ബീച്ച് എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. അത്യാവശ്യം ആൾക്കാരുണ്ട്. പെരയൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അതായത് ഇവിടെ ഒരു കളറ്, അവിടെ വേറൊരു കളർ കേട്ടോ. അങ്ങനെ 2-3 കളറുകളാണ്. 2-3 കളറാണ്. എങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയില്ല. കാരണം ഭയങ്കര കാറ്റായതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ സൗണ്ടിന് ക്രകറാന്നുള്ള സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലേടാ ലിബി? അങ്ങോട്ട് പോകണ്ട, വണ്ടിയുടെ അടുത്തോണ്ട്. അതിനാ നമ്മുടെ സൗണ്ടും പോകും, നമ്മുടെ പൈസയും പോകും. പോലീസ് പണി വാളി. ഗൈസ് നമ്മളെ പൊക്കാൻ വേണ്ടി അവിടെ പോണ്ടിച്ചേരി പോലീസ് അതെ വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കും കേട്ടോ. പേപ്പറും മറ്റു സംഭവങ്ങളും സാമഗ്രികളും കൊണ്ട്. ഇത് നമുക്കുള്ള ഗിഫ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? ഗൈസ് ഇതേപോലെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ നോക്കി 2 മണിക്കൂർ വന്നു. ഞങ്ങൾ അപ്പുറത്തെ ഒരു ചായക്കടന്ന് ചായ കുടിച്ച് എണീറ്റേ ഇല്ല കേട്ടോ. നമ്മുടെ കളി ഞങ്ങൾ ചായ കുടിച്ചോണ്ട് അവിടെ തന്നെ അവർ പോയ സമയത്ത് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോയി. ഞങ്ങൾ ഓവർ നിൽക്കുന്നില്ല, ഞങ്ങൾ പോകാൻ തീരുമാനിച്ചോട്ടെ. കാരണം ഇക്കയ്ക്ക് നാളെ വർക്ക്ഷോപ്പിൽ കയറണം. ഇല്ലേക്കാ നാളെ രാവിലെ വർക്ക്ഷോപ്പിൽ കയറണം. ഞങ്ങൾക്ക് നാളെ വണ്ടി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ വേറെ 2-3 കാര്യമുണ്ട്. ഇക്കയുടെ ഒരു ദിവസം പോയിട്ടോ. ഞങ്ങൾ പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? വരുന്നു പോകുന്നു 2 മണി ആ സമയം നേട്ടം വിക്കടെ കിളി പാറിപ്പോയിട്ടോ. ശരിക്കും നമ്മൾ ആ പേപ്പർ എടുത്ത് നോക്കാൻ അതിനകത്ത് കറക്റ്റ് ഡേറ്റ് ഉണ്ട്. ഞാനത് നോക്കിയില്ല കേട്ടോ.
അതാണ് സംഭവിച്ചു പോയത്. പൊട്ടിക്കാൻ സമ്മതിക്കണ്ടേ ആ സാധനം? ഗൈസ് ഇനിയിപ്പം ഇനി ഒന്നുമില്ല, 7 ദിവസം കഴിയുമ്പോൾ അറിയാം എന്താവും എന്നുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക. അതാണ് മെയിനായിട്ടുള്ള സംഭവം. ഗൈസ് നാളെ കേരളത്തിൽ ചെന്നിട്ട് ടാക്സുകൾ കുറേ അടയ്ക്കാനുണ്ട്. അതായത് 2 വണ്ടിയുടെ ടാക്സ്, ഇൻഷുറൻസ്, അങ്ങനെ കുറേ സാധനങ്ങൾ അടയ്ക്കാനുണ്ട്. അതൊക്കെ അടച്ചു തീർക്കണം. അതിന് ശേഷം വേണം ബാക്കിയുള്ള പരിപാടി. ഇനിയിപ്പോൾ ഇതിന് തന്നെ മെക്കാനിക്കലൊക്കെ അത്യാവശ്യം പണിയും കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കണം. താക്കോൽ ആരുടെ ഇക്കടുത്താണ് കേൾക്കാം. ഗൈസ് നോക്കൂ, അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ ചെയ്ത് തീർക്കണം. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. ഗൈസ് ഇച്ചിരി കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് ചെയ്ത് ചെക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. ഗൈസ് നോക്ക്, ഈ കാണുന്നത് ഇവിടെ ഫുൾ കിറുക്കം. പോവാ കയറിക്കോ പോട്ടെ. ഗൈസ് ഫുൾ ചെക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചെക്കിംഗ് ആട്ടോ. ഇവരെങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ മഹാരാഷ്ട്ര, മധ്യപ്രദേശ് അറക്കും നമ്മളെ. ടാർഗറ്റ് ഉണ്ടാവില്ല കേട്ടോ. അതെ, യൂണിയൻ ടെറിട്ടറി. അപ്പൊ ഇവർക്ക് ടാർഗറ്റ് ഉണ്ടാവില്ല. അതെ ഗൈസ് നോക്കൂ, നമുക്ക് 555 കിലോമീറ്റർ. അതിനൊക്കെ സൗണ്ട് കേട്ടോ. ഓക്കെ ഗൈസ് നോക്കൂ, ഏതാണ്ട് 555 കിലോമീറ്റർ നമുക്ക് ഇനിയിപ്പോൾ എത്താൻ വേണ്ടി കേട്ടോ. ഗൈസ് ഞങ്ങൾ ഈ കാണുന്ന ബീച്ചിനോട് ഇവിടെ പറഞ്ഞ് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ലൊക്കേഷൻ കണ്ട് ഇന്ന് വെളുപ്പിന് 2:30 എത്തത്തുള്ളൂ. ഇലക്ഷന്റെ ശരിയാ. അതാ ഇന്നലെയൊക്കെ ടോലിൽ മറ്റേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ. ഇത്ര നേരം വരെ സിംഗിൾ റോഡിലായിരുന്നു. ഇപ്പം ഫൈനലി നമ്മളങ്ങനെ ഈ കാണുന്ന വഴി കയറി. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴിയാട്ടോ. ഇന്നലെ വന്നതായിട്ട് എനിക്ക് ചെറിയ ഓർമ്മ. ഇത് ആ പോണ്ടിച്ചേരിയുടെ ചെക്കിങ്ങും പരിപാടിയൊക്കെ ഈ ഒരു ഭാഗത്ത് എവിടെയായിട്ടാണ് പിടിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ഗൈസ് ഞങ്ങൾ ചിലപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വണ്ടി ഒന്ന് നിർത്തും കേട്ടോ. കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അത് ചെയ്ത് തീർക്കണം. പിന്നെ അതേപോലെ എങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നല്ലേ ഇവനെ. ഇത്രയും പ്രാവശ്യം നേരത്തെ നിർത്താം എന്ന് നല്ല നോക്കി സെലക്ട് ചെയ്ത് കാണുന്ന ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിന്റെ ഫാക്ടറി ആട്ടോ. എന്റെ പൊന്നെ, ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ, ലെക്സ്, ലൈഫ് ബോയ് പോലത്തെ സാധനങ്ങളുടെ മണം വരുന്നില്ലേ. ഷാംപൂ, ഡോവിന്റെ ഒക്കെ പോലത്തെ മണം വരുന്നുണ്ട് കേട്ടോ. വലിയ ഫാക്ടറിയാ. ഗൈസ് ഫൈനലി ഞങ്ങള് ഈ കാണുന്ന വഴിയെ കൂടിയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ഇതല്ല കേട്ടോ, നമുക്ക് ഏതാണ്ട് ഒരു 14 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മളൊരു മെയിൻ ബൈപ്പാസിലേക്ക് കയറും. അവിടെ നിന്നാണ് പിന്നെ ഷട്ടപടേ നമുക്ക് പോകാൻ പറ്റും. ഏതാണ്ട് 539 കിലോമീറ്റർ അത്ര ഇല്ല കേട്ടോ. ഞാൻ എറണാകുളം എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇട്ടിരിക്കുന്നത്. പടയപ്പാ. നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ കറക്റ്റ് അല്ല കേട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് കാണിക്കണം. അത് ഓർക്കണേ, എല്ലാ ബേക്കത്തെ സിഗ്നലും ചിലപ്പോ എല്ലായിടത്തും നോക്കും. അപ്പൊ എല്ലാം ചവിട്ടി നോക്കണം. എല്ലാം ഇൻഡിക്കേറ്റർ ഒന്നും കറക്റ്റ് അല്ല കേട്ടോ. ഇൻഡിക്കേറ്റർ വരെ കറക്റ്റ് ആക്കണം ചൈനക്ക് കയറണേ. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. പച്ചപ്പെന്ന് നോക്കിയേ, അപാര പച്ചപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര പച്ചപ്പ് അല്ലേക്കാ. എന്തൊരു ഗ്രീനിഷാ, ഗ്രീനറി അല്ലേ. നോക്കൂ, ഭയങ്കര ഒരു ഗ്രീനറി ആട്ടോ. വണ്ടി ഓടിക്കാൻ തന്നെ മനസ്സിന് എന്തൊരു സുഖം. ഗൈസ് നോക്കൂ, പക്ഷെ ഞങ്ങളുടെ മനസ്സിന് സുഖമുള്ളൂ, വയറിന് സുഖമില്ല കേട്ടോ. വേ ടു വില്യപ്പൂര ഗൈസ്, അവിടെ മറ്റേ ഹൈവേ ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായി, ഞങ്ങൾ ഇപ്പുറത്തോട്ട് വഴിയെ കൂടെ ആരും കയറ്റി വിട്ടൊന്നുമല്ല, ഞങ്ങൾ സ്വന്തം കയറി വന്നതാണ്. വലിയ വണ്ടിയല്ല ഇതിലേ ഓടുന്നത്, കാരണം ഞങ്ങൾ ഇങ്ങോട്ട് കയറി ഇങ്ങ് ഓടുക. എങ്ങോട്ട് പോകുന്ന വഴിയേക്കാം. മാപ്പൊന്നും കറക്റ്റ് ആകുന്നില്ല കേട്ടോ. മാപ്പ് ഈസ് നോട്ട് കറക്റ്റ്. ഇവിടെ ഒരു കിട്ടില്ല സ്ഥലമുണ്ടേ. എന്ന സംഭവം ഷാപ്പാണോ? ചീട്ട് കളിക്കുന്ന സ്ഥലം. എന്ത് സംഭവം ഷാപ്പാടാ. മറ്റേ കള്ള് മറ്റേ ഇവരുടെ മറ്റേ കള്ളില്ലേ, ആ കള്ള ഇത് കണ്ടോ. അല്ല കേട്ടോ, വേറെ എന്തൊരു സെറ്റപ്പ് കേട്ടോ, നാടൻ സെറ്റപ്പ്. ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. അതായത് വഴി, നമ്മുടെ വഴി പണിയാണ്. അതുകൊണ്ട് പോകേണ്ട വഴികൾ ഇവിടെ ഫ്ലെക്സ് ബോർഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ മാർഗം ആണോ. പച്ചപ്പ് വാരി വിതറി കിടക്കും കേട്ടോ. തമിഴ്നാടൻ ഗ്രാമങ്ങൾ എന്നെ സെറ്റപ്പാന്നറിയാമോ. എന്ത് ലുക്ക് സ്ഥലമാണെന്ന് നോക്കി. അതായത് ഈ ഒരു പ്ലേസ്, ഇത് 2 വരിപ്പാതയാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു പഴയ ഉൾവഴികളാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു ഏരിയ ഗ്രാമപ്രദേശങ്ങളിൽ ഈ കരിമ്പിന്റെ കൃഷി ഉണ്ടായിരുന്നത്. കരിമ്പ് കൃഷി കഴിഞ്ഞിട്ട് അതിന്റെ സീസൺ കഴിഞ്ഞുള്ള സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടിലേക്ക് പേരൊക്കെ വരില്ലേ. ഇതേ ഈ കാണുന്ന ഫുള്ള് പേരമരം കേട്ടോ. ദിസ് ഈസ് ദ ഗുവ. ദേ അന്തർ ഗുവ ഗുവ. ഈ കാണുന്ന ഗുവ കേട്ടോ, ഗുവ. ഗൈസ് നോക്കൂ, നമ്മുടെ ഇവിടെ നിന്നൊക്കെയാണ് സാധനം വരുന്നത്. പക്ഷെ ചില സമയത്ത് തായ്ലൻഡിൽ നിന്ന് സാധനം വലിപ്പം ഉണ്ടായിരിക്കും, പക്ഷെ ടേസ്റ്റ് കുറവായിരിക്കും, വില കൂടുതലായിരിക്കും. ഇത് കണ്ടോടാ, ഷുഗർ കീ, കരിമ്പ് ഷുഗർ. പിന്നെ ഇത് ഇപ്പം നമ്മുടെ ഡീസലും പെട്രോളിനും ഉപയോഗിക്കുന്ന സാധനം വരെ നമ്മൾ ഷുഗർ കെയിം വെച്ചിട്ടുണ്ടാക്കും, എത്തനോൾ. ഈ കാണുന്നതാണ് ഫുള്ള് യൂക്കാലിസ് ആട്ടോ. എന്ത് തീരെ ലുക്കാന്ന് നോക്കിയേ, ഫുൾ യൂക്കാലിസ്. ദിസ് ഈസ് വൺ യൂക്കാലിസ്.
യൂക്കാലിയുടെ മറ്റേ ഇത് വെച്ച് പിടിപ്പിച്ചേക്കുവാണ്, അതായത് തൈ വെച്ച് പിടിപ്പിച്ചേക്കാനാണ് കാരണം ഇവിടെ എവിടെയോ ചെക്കിംഗ് ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം വരെ ഈ ഒരു ഏരിയയിൽ എവിടെയോ നമ്മൾ പിടിച്ചായിരുന്നു. ഓ എന്ത് ലുക്കാന്ന് നോക്കിയേ, ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുക. ഇതുണ്ടോ, ഇതൊന്ന് അതൊന്ന്, ദാറ്റ് ഈസ് വെരി അമേസിങ്. ഇത് 6 കൊല്ലം കൊണ്ട് വിളവെടുക്കാന്നാണ് പറഞ്ഞത്. 6 കൊല്ലം കൊണ്ട് എടുക്കാന്ന് യൂക്കാലി മരം. ഇന്നലെ രാത്രി ഞങ്ങൾ കയറി ഒരു ബൈപ്പാസ് ആട്ടോ ഇത്. ഇതിന്റെ കുറച്ച് വരെ മാത്രം അപ്പുറത്തെ വേണ്ടി ഇപ്പുറത്തെ വേണ്ടി ഒരു പാത വരും, കാരണം ഇത് ക്ലോസ് ആണ്, ഇവിടെ പണി നടക്കുകയാണ്. പക്ഷെ ഇതിന്റെ കുറച്ചങ്ങോട്ട് കഴിയുന്നത് ഫ്രീ ആണ്. ഈ റോഡിൽ വണ്ടി എന്ന് പറഞ്ഞ സാധനം വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവാട്ടോ. റോഡ് അടച്ചെന്നാ ഞങ്ങൾ ഇന്നലെ ഓർത്തത്. ആൾക്കാരില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് വേറെ റൂട്ടുണ്ട്, ചെന്നൈ വഴി വരുന്ന റൂട്ട് വേറെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും. പിന്നെ നമ്മളിപ്പോ ഇപ്പുറത്തെ ഈ വഴിയല്ല, ഇത് NH 332 ആയിട്ട് ഇപ്പൊ നമ്മള് ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് വന്ന് പൂർത്തിയായില്ല. അതിന്റെ മുമ്പ് തന്നെ ടോൾ ബൂത്ത് പണിത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തുറന്നിട്ടില്ല, ഇവിടെ പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്ക് നേരെ പോവാന്നുള്ളൂ. ഇന്നലെ വരുന്നത് ഇതേപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ അത് പേടിക്കണ്ട. ഇനി അങ്ങോട്ട് പൂരമായിരിക്കും, പൂരം. അതായത് മറ്റേ വെട്ടിക്കെട്ടിനൊക്കെ തുടക്കം കുറിക്കാന്ന് പറഞ്ഞാല് ഫും കൊടുക്കുക ഇത് തന്നെ വരണ്ട കേട്ടോ. അതായത് പോളോ GT-ക്കൊക്കെ എണ്ണ അടിക്കുന്നില്ല അല്ലേ? 1400 ടോളുങ്ങാനായിട്ട് എറണാകുളത്ത് പോണ്ടിച്ചേരി വരെ വന്നേന് എന്നാണ് എന്റെ വിശ്വാസം. അത്ര ആയും തോന്നല്ലേ? ഏകദേശം അത്ര ആയെന്ന് എനിക്ക് തോന്നുന്നത്. ഇക്ക ഉറക്കത്തിലാണോ? ആണോ? ദൈവമേ, കീച്ചു വിടുക കേട്ടോ. ഇതാലിവനെ ഇക്ക നോക്കണില്ലേ? ഇവിടെ ഇല്ലേ? ഇവിടുത്തെ ട്രെയിനിങ് കേട്ടോ. ചെക്കിങ് ആയിരുന്നു കേട്ടോ, പക്ഷെ വലിയ കുഴപ്പമില്ല. പോണ്ടിച്ചേരി ഡിസ്ട്രിക്ട് കഴിഞ്ഞിപ്പോ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. PY കഴിഞ്ഞു, ഇനിയിപ്പോ TN കേട്ടോ. TN-ലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഓക്കെ, അപ്രോക്സിമേറ്റ് നമുക്കിനി 1.25 കിലോമീറ്ററിൽ നിന്ന് ട്രെയിൻ ചെയ്ത് അങ്ങനെ നമ്മൾ പോയിട്ട് ഇനി ഫൈനലി നമ്മളിപ്പം പിടിക്കും നമ്മുടെ വണ്ടീനെ കേട്ടോ. നിർത്തിക്കോ, ക്യാമറ ഉണ്ട്, ഫ്ലൈങ് സ്പോട്ട് നിർത്തിക്കോ, നമ്മളായിരിക്കും. വോട്ട് കയറ്റി നിർത്ത് വോട്ടെടുപ്പ് കേട്ടോ. അവരും വീഡിയോ എടുക്കുന്നു, ഞങ്ങളും വീഡിയോ എടുക്കുന്നു. എന്നെ സംഭവം അറിയത്തില്ല കേട്ടോ. താത്തിക്ക് എന്നാണ് സംഭവം എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഫൈനലി അവരും വീഡിയോ എടുക്കുന്നു, ഞങ്ങളും വീഡിയോ എടുക്കുന്നു. ഇത് പിടിച്ചോ എന്നാ സാർ. എലക്ഷൻ ചെക്കിങ് കേട്ടോ. കമാൺ, ഇനി എന്നെ ഇറങ്ങണോ? എല്ലാരെയും വണ്ടിയിൽ ഇറക്കി വിട്ടു. ഞങ്ങളെല്ലാരും വണ്ടിയിൽ നിന്ന് ഇറക്കി. ചെരുപ്പ് എന്തിയാ? എന്നാ നിന്റെ ചെരുപ്പ് എന്നാ ഇറങ്ങിയോ? എന്നാ കഴിച്ച് നോക്കൂ. ഞങ്ങളെല്ലാവരും ഇറക്കി വിട്ടു കേട്ടോ. അതായത് എലക്ഷൻ, തമിഴ്നാട്ടിലെ എലക്ഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് MP എലക്ഷൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമായിരിക്കും. വണ്ടി മൊത്തം അവർ ചെക്കിങ് ചെയ്യണ്ട. വണ്ടി അവർ ഓപ്പൺ പണ്ണാൻ പറ്റാതെ ചെക്ക് ചെയ്യട്ടെ. എവിടെയാ? കുറേ ഉണ്ട്. ഓപ്പൺ ആവാതെ ഇന്ത പക്കം പോങ്ങ്. പുള്ളിയും സൂപ്പർ കേട്ടോ. പുള്ളിക്കാരനും സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പൈസ നല്ല സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കേട്ടോ. അതാണ് സംഭവം. ഫോൺ എടുക്കരുത്. ഷൂ നോട്ട് യൂസിങ്. ഇതാരാ? ഇലക്ഷൻ കമ്മീഷൻ അല്ല, നോക്കട്ടെ. ജസ്റ്റ് ചെക്കിങ്. ഇത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. എങ്ങനെയൊക്കെ ഉണ്ടോ? എന്താ എങ്ങനെ ബെഡ് തന്നെ. ഓക്കെ, ക്യാരവാൻ സാധാ വണ്ടിയല്ല. ഓക്കെ, ലക്ഷറി ടാക്സ്. ഓക്കെ
ആ എന്നാ എന്നാ இது வந்து வண்டியோட பார்ட்ஸ், இது வந்து ட்ரெஸ் ஓபன் பண்ணிக்கோ, பிரச்சனை ஒண்ணுமே இல்லை. உங்களை ஓப்பன் பண்ணிக்கோ. இது ஓபன் பண்ணிக்கோ, இங்க பண்ணுங்க. உங்களுக்கு வேற ஏதாவது നോക്കണமா? ദേ ഡ്രസ് കപ്പട. ഓക്കേ ക്ലോസ് കൊടുക്ക. വെരി ഗുഡ്, താങ്ക് യു. ഓക്കേ പോകാം. അവർ ഫോൺ അങ്ങനെ സാധനം എടുത്തിട്ടില്ലല്ലോ. ഏയ് നോക്കണം നമ്മുടെ കിച്ചണിൽ. ഇല്ല ഇല്ല ഇല്ല, ഒരു ഫോൺ ഇക്കാരെ ഉണ്ടോ? ഒന്ന് കേറിക്കോ കേട്ടോ, ഒന്ന് കേറി നമ്മുടെ സാധനം റെഡിയാക്കി വെച്ചേരെ. അവിടെ ഉണ്ട് ലിബിനെ, ഇതിപ്പോ എല്ലായിടത്തും ഉള്ളാടാ, കേരളത്തിലും എല്ലായിടത്തും ഉണ്ട്. ഇനി അങ്ങ് വഴിനീളെ പിടിക്കും കേട്ടോ ഐസ്, ഇതിനും വഴിനീളം ഉണ്ടാവും കേട്ടോ. ഇലക്ഷൻ ചെക്കിംഗ് ആണ്, അത് വഴിനീളം എന്തായാലും ഉണ്ടാവും. പോവാ, സന്തോഷായി. ഓക്കെ ഹായ് ഐസ്, നോക്കി ഇത് ഇലക്ഷൻ ചെക്കിങ് വഴിനീളം ഉണ്ടാവും. ഇനിയിപ്പോൾ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ, അതാണ് സംഭവം. എന്തായാലും നമുക്ക് നേരെ പോവാം. ഫോണൊക്കെ എല്ലാം ഉണ്ടോ നോക്കണേ. എടാ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഫോൺ ഇരുന്ന് ഇവനൊരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ. റെഡിയല്ലേ? ഞാൻ അവനോട് ചോദിച്ചു കിടച്ചോല്ലോ, അവൻ ചിരിച്ചോണ്ടില്ലെന്ന്. ഇത് പറഞ്ഞില്ല കേട്ടോ, ഇലക്ഷന്റെ ഭാഗമായിട്ട് അവർക്ക് സംശയം തോന്നിയ വണ്ടി പരിശോധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ പോകുന്ന വഴിക്ക് ഇതെന്തായാലും ഉണ്ടാവും. ഈ സമയത്താണ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടത്. അപ്പം പോലീസ് ചെക്കിംഗ് ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഇലക്ഷൻ ചെക്കിംഗ് ഉണ്ടാവില്ല, വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ ചറ പിടിക്കും. അപ്പം ആ സമയത്ത് ഇവരുടെ വലിയ വലിയ ഓഫീസേഴ്സ് ഫീൽഡിലുണ്ടാവും. അപ്പോൾ ഒന്ന് കറപ്ഷൻ അങ്ങനെ നടക്കുകയല്ല. എങ്ങനെയാണെന്ന് അറിയുക, ഫുള്ള് കിഡിലൻ ഹൈവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിലോമീറ്ററോളം കാലിയായിട്ട് കിഡിലൻ ഒരു ഹൈവേ, ഒരു കിഡിലൻ ഹൈവേ എടുക്കുക. നേരെ നേരെ, വേറെ ഓപ്ഷൻ ഒന്നുമില്ല, നേരെ നേരെ നേരെ. ഞാൻ ഇന്നലെ വന്നുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു മിനിയേച്ചർ എനിക്കറിയാം. നമുക്ക് നിർത്തണ്ടേ? എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് കുറച്ചും കൂടെ. ആരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. ഈ കാണുന്ന ഒരു കിഡിലൻ ഹൈവേ കൂടെ ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോയി. ഈ സൈഡ് ഫുള്ള് വാഴ, ഈ സൈഡ് മൊത്തം കരിമ്പ്, അവിടെ യൂക്കാലീസ്, അങ്ങനെ കുറേ സംഭവം. ഇത് തെങ്ങ്. ഓ, ഇറ്റ് ഈസ് വെരി നൈസ് പ്ലേസ്, വെരി ബ്യൂട്ടിഫുൾ, വെരി വണ്ടർഫുൾ. സന്ധ്യ ഇതിലെ പോയി കഴിഞ്ഞാലേ സന്ധ്യനെ കാണാൻ ഇതിലെ പോയി കഴിഞ്ഞാല് ഇരുട്ടായിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലിങ്ങനെ ഇങ്ങനെ നമ്പർ പ്ലേറ്റ് വെച്ചോണ്ട് ആലോചിച്ച് നോക്കിയേ, ഇവിടെയൊക്കെ നോക്കിയേ, ഇതൊന്നൊരു വിഷയമല്ലെന്ന് തോന്നുന്നുണ്ട്. ഗോൾഡൻ നമ്പർ പ്ലേറ്റ്. ഫൈനലി ഞങ്ങൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തി കുറച്ച് നേരം റെസ്റ്റ് കേട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇറ്റ് ഈസ് വെരി നൈസ്. ഫൈനലി രാത്രിയായി. ഞങ്ങളുടെ ലക്ഷ്യമായി എറണാകുളം വെച്ച് പോവുകയാണ്. 9 അവർ വേണം നമുക്ക് ഇവിടെ എത്താൻ. 9 അവർ. രാവിലെ 6 മണിക്ക് എത്തുള്ളൂ കേട്ടോ. ഗൈസ് ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കണം. ആണോ? പക്ഷെ നിർത്താൻ പറ്റില്ലല്ലോ ഗൈസ്. പാലത്തിനുള്ളിലൊക്കെ നല്ല ഫുഡുകൾ കിട്ടുന്ന കടകളുണ്ട്. പക്ഷെ നമ്മളുടെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് എവിടെ ചെന്നാലും അവസാനം ഏറ്റവും തല്ലിപ്പൊലി സാധനം അതാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അവിടെ ഒരു കടയിൽ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോ നടക്കില്ല. ഞാൻ വിസിലടിച്ചു കേട്ടോ, ഒന്നും നോക്കണ്ട, വിസിലടിച്ചു കേട്ടോ. ഐസ് ഫൈനലി ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. ഇവിടെ ഈ ഫുഡ് മാത്രം കിട്ടുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടെ കുറേ കടകളുണ്ട്. ഇവിടെ ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് എവിടെയാണ് നല്ലത് അവിടെ നിന്ന് മേടിക്കും. മേളില് ഒരെണ്ണം, ഈ സൈഡിൽ ഒരെണ്ണം. അതിൽ ഞങ്ങളൊരു തട്ടുകട കഴിക്കാൻ കയറി. ഇതാണ് ഇവിടെ. പിന്നെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതുപോലെ ലൈവില് നടി കേട്ടോ, അടിപൊളി. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം, തനതായ രീതിയിലുള്ള കോഴി പൊറോട്ട അല്ല, ചെറിയ പൊറോട്ട. പിന്നെ ഇതുപോലെ ഓംപ്ലേറ്റ്, ബുൾസ്, അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചിക്കൻ കറി. എനിക്ക് വന്നത് ചൂടുവെള്ളം തോന്നുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ സംവിധാനം കിട്ടും. ഇതിങ്ങനെ നിരന്ന് കിടക്കും കേട്ടോ. അപ്പോൾ അവസാനം ഞങ്ങൾക്ക് കിട്ടിയൊരു കടയിൽ കയറി ഞങ്ങൾ കഴിച്ചു. ഇവിടെ അത്യാവശ്യം സെറ്റപ്പ് കേട്ടോ. പാടപാടയെന്നുള്ള ആടിയെന്നൊക്കെ പറഞ്ഞ് ആടിച്ച് നിരത്തും കേട്ടോ. ഇതിനെല്ലാം കിട്ടിയില്ല, ഇവൻ കഴുകും കേട്ടോ. ഇവിടെ വാഴയിലേക്ക് ക്ഷാമമില്ല. ഇവിടെ എല്ലായിടത്തും വാഴ കൃഷിയല്ലേ. കൊടുത്ത് കടക്കാർ മേടിക്കുന്ന കേട്ടോ. സത്യം. ഇത് വാഷ് പണ്ണണോ തമ്പി? വാഷ് പണ്ണണം. ഞാനിത് പണ്ണട്ടെ കേട്ടോ. ഇത് പണ്ണി കഴുകി റെഡിയാക്കട്ടെ. നോക്കൂ, ലിമിന് പൊറോട്ട കിട്ടി കേട്ടോ. ഇറ്റ് ഈസ് വെരി അമേസിങ്. ഇന്നലത്തെ പൊറോട്ടക്കാനും എന്തും നല്ലതാണ്. ഇന്നലത്തെ ഫാൻ അടിച്ചപ്പം കരിങ്കല്ലായി. ഇന്നലത്തെ പൊറോട്ട കരിങ്കല്ലായി പോട്ടെ. സത്യം പറഞ്ഞാൽ തമിഴൻ ഹോട്ടലിൽ കയറി കഴിച്ചാൽ മതി. അത് നോക്കൂ, ലിമിന് എന്തോ ഒഴിക്കാൻ കുളമ്പ്. അതെന്നാ നോക്കിയിട്ട് നിനക്ക് ഇഷ്ടമുണ്ടല്ലോ. ഇതെന്നാടാ? ചിക്കൻ കുളമ്പ്. കുഴപ്പമില്ല കേട്ടോ, അടിപൊളി സാധനം. കുഴപ്പമില്ല. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ചട്നി, അതേപോലെ തന്നെ സാമ്പാർ, അങ്ങനത്തെ സാധനം കിട്ടും. പിന്നെ അതേപോലെ ഇത്
എന്നാ ഇവന് ചിക്കൻ ചാട് ഇതൊക്കെ ഇതിന്റെ കൂട്ടി കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടും. നല്ല കിട്ടില്ല സംഭവം. ഓ ഇതാണ് ഇത് ഇവിടുന്ന് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ അമ്മ ഇതിൽ ഭയങ്കര എരിവായിട്ടേക്കാം, നല്ല എരിവാ ഗൈസ്. ഇതാണ് വൺ സൈഡ്, എനിക്കുണ്ട ഗൈസ്. ഇതാണ് ഓംപ്ലേറ്റ് വൺ സൈഡ്. ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തമിഴ്നാട്ടിൽ വന്നിട്ട് പൊറോട്ട മേടിച്ചാലും അവിടെ ചാറ് കിട്ടും, നമ്മളവിടെ ചെന്ന് ഓടിക്കും. ഗൈസ് നോക്കി ഇതുണ്ടോ, കിട്ടില്ല. ഇതാണ് വൺ സൈഡ് ഓംപ്ലേറ്റ്, കളിക്കാൻ സാധനം. അടിപൊളി. നമ്മൾ ഓർഡർ ചെയ്ത് ഓരോന്നോരോന്നിട്ട് വരുവാ കേട്ടോ. ഇത് ശരിക്കും ഇവരുടെ ചിക്കൻ റൈസ് ആട്ടോ, ഫ്രൈഡ് റൈസ് അല്ല. ഞങ്ങൾ വേറെ 2-3 അത് അടുത്ത സാധനം വന്നു, ചില്ലി ചിക്കൻ ഗ്രേവി. ഇതാണ് ചില്ലി ചിക്കൻ ചില്ലി. ഇതാണ് ഈ സാധനം കേട്ടോ. ഓ ഇറ്റ് ഈസ് കുഴപ്പമില്ല, ഓക്കെയാണ്. കുഞ്ഞുബായിക ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി ഞങ്ങളിപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. അതായത് ഇനിയിപ്പോൾ അപ്രോക്സിമേറ്റ് 450 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവനെ നമുക്കിനി 8 മണിക്കൂർ 46 മിനിറ്റും 450 കിലോമീറ്റർ 5 മണിക്കും 41 PM അല്ല AM അവിടെ എത്തുന്ന പറയാം. നാളെ നേരം വിളക്കുമ്പോൾ അല്ലേക്കാം. ഇത് കുറച്ച് കഴിയുമ്പോൾ കയറി കിടന്ന് ഉറങ്ങൂലേ, നാളെ ഡ്യൂട്ടിക്ക് കയറണ്ടേ. ഇത് കുറച്ച് കഴിയുമ്പോൾ കയറി കിടന്ന് ഉറങ്ങും, മിക്കായിട്ട് ഡ്യൂട്ടിക്ക് കയറണം കേട്ടോ. അറിയാക്കടലിൽ